Hi students, today discuss part in terms. In previous classes we had to study multiplying whole number with fraction number. Similarly, today we had to study about multiplying whole number with mixed fraction. First we had to convert mixed fraction into normal fraction. എങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് 5/3/4 ഇത് ഒരു മിക്സ്ഡ് നമ്പറാണ്. 5 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പറാണ്. 3/4 എന്താണ് പാർട്ട് നമ്പറാണ്. 4 ഡിനോമിനേറ്റർ. ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യും? ആദ്യം 5 ഇൻറ്റു ഡിനോമിനേറ്റർ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 20 കിട്ടും. മുകളിലുള്ള 3 പ്ലസ് ചെയ്യണം. സോ 23/4 ആണ് ഫ്രാക്ഷൻ നമ്പർ. നെക്സ്റ്റ് 6 2/3. അപ്പോൾ 6നെ താഴത്തുള്ള ഡിനോമിനേറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. നെക്സ്റ്റ് മുകളിലുള്ള 2 കൊണ്ട് പ്ലസ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും? 20/3 കിട്ടും. 8 3/5. സോ 8 ഇൻറ്റു ഡിനോമിനേറ്റർ 5 ഈക്വൽ ടു 40. ദെൻ പ്ലസ് 3 ന്യൂമറേറ്റർ 3 ആണ്, പ്ലസ് 3. അപ്പോൾ 43/5 ആണ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾ ഹോംവർക്കായി ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് ഇൻ ടൈംസ്. എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1.5 liter ഓഫ് വാട്ടർ. 4 such bottles of water is poured into a jar. How much water is there in the jar? ഒരു ബോട്ടിലിൽ 1.5 liter വാട്ടർ ഉണ്ട്. 4 സച്ച് ബോട്ടിൽ എന്ത് ചെയ്യണം? ഒരു ജാറിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ എത്ര വാട്ടർ ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. 2 bottles മേക്ക് 4 bottle 6 liters. അതെങ്ങനെയാണ് കിട്ടുക എന്ന് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ ഹിയർ വാട്ട് വി കാൽക്കുലേറ്റ് 4 ഇൻറ്റു 1/2 ആണ് ചെയ്യേണ്ടത്. സോ 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം, നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം. അതായത് 1 ഇൻറ്റു 2 പ്ലസ് 1. സോ 3/2 ഇൻറ്റു 4 ആണ് ചെയ്യേണ്ടത്. സോ 12/2. 12/2 എന്ന് പറയുന്നത് 6 ആണ്. സോ 6 ആണ് ആൻസർ. Suppose we pour in 3 bottles containing 2 1/4 liter each. 2.25 ലിറ്റർ വീതമുള്ള 3 ബോട്ടിലാണ് ജാറിലേക്ക് ഒഴിക്കുന്നതെങ്കിൽ എത്ര കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ഇഫ് ദേ ആർ 2 liter bottles we would have got 6 liters. Here each bottle containing 1/4 liter more. So we added 3/4 liter more, that is 6 3/4 liters. How about writing the multiplication? 2.25 വെച്ചിട്ട് 3 ബോട്ടിൽ എന്ന് പറയുമ്പോൾ 2 ഉണ്ട്. അപ്പോൾ 6 ലിറ്റർ ആവും. അതുപോലെ 1/4 3 ഉണ്ട്. അപ്പോൾ 3 1/4 ആവും. അങ്ങനെയാണ് 6 3/4 ലിറ്റർ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ ചെയ്യാൻ നോക്കാം. 3 ഇൻറ്റു 2 1/4 ആണ്. 2 1/4 നമുക്ക് എന്ത് ചെയ്യാം? 2 പ്ലസ് 1/4 എന്ന് എഴുതാം. 3 എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റിനുള്ളിൽ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 3 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 1/4. സോ 3 ഇൻറ്റു 2 ഈക്വൽ ടു 6. 3 ഇൻറ്റു 1/4 3/4. സോ 6 പ്ലസ് 3/4 ഈക്വൽ ടു 6 3/4. ഇത്തരത്തിൽ വി ക്യാൻ ഡു ദിസ് അനദർ വേ. വി ക്യാൻ റൈറ്റ് 2 1/4 ലിറ്റർ ആസ് 9/4 ലിറ്റർ. That is 1/1 liter. We want to calculate 3 times this. So 3 into 2 1/4 into 9/4. So 3 into 9 27 divided by 4. We have to convert it to mixed fraction. So 27 divided by 4 we get 6 3/4. സെക്കൻഡ് മെത്തേഡിൽ പറയുന്നത് മിക്സ്ഡ് ഫോമായ 2 1/4നെ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 2 ഇൻറ്റു 4 പ്ലസ് 1 ഈക്വൽ ടു 9/4 ആണ്. മിക്സ്ഡ് ഫോമിൽ നിന്ന് നോർമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്നത് 9/4 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 27 ഡിവൈഡ് ബൈ 4 കിട്ടുന്നുണ്ട്. വീണ്ടും അതിനെ മിക്സ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 6 3/4 കിട്ടുന്നുണ്ട്. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ഇൻ ദിസ് വേ വി ക്യാൻ കാൽക്കുലേറ്റ് 5 ടൈംസ് 3 1/2. 3 1/2നെ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 5 ഇൻറ്റു 3 1/2 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 7/2 ആണ്. 3 1/2നെ കൺവേർട്ട് ചെയ്തപ്പോൾ 7/2 കിട്ടുന്നുണ്ട്. ഇനി 5 ഇൻറ്റു 7/2 ചെയ്യുക. 35 ഡിവൈഡ് ബൈ 2 ചെയ്യുക. വീണ്ടും മിക്സ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് 17/1/2 കിട്ടുന്നത്. നെക്സ്റ്റ് പേജിൽ 3/2 മീറ്റർ 2 ടൈംസ് എടുത്താൽ എത്ര കിട്ടുന്നതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. സോ 3
1/2 3 + 1/2 × 2 എന്ന് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ 2 എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ രണ്ട് ടേമിനും കോമൺ ആയി മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3 × 2 + 1/2 × 2 കിട്ടും. 3 × 2 6ഉം 1/2 × 2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 6 + 1 പറയുന്നത് 7 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2/4 ടൈംസ് 5 പറഞ്ഞാൽ 5 ടൈംസ് 2/4 എടുത്ത് എത്ര കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. 2 1/4 ആണ് 2/4 എന്ന് പറയുന്നത്. 2 1/4 × 5 ചെയ്യണം. സോ 2 + 1/4 ഇടുക × 5 ഇടുക. നെക്സ്റ്റ് ഈ 5നെ രണ്ട് ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 5 + 1/4 × 5. സോ 2 × 5 = 10. 5/4 5/4 എത്ര ആവും? മിക്സ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1/4 ആവും. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ 10 + 1 1/4 ആഡ് ചെയ്യുമ്പോൾ 11 1/4 കിട്ടും. നെക്സ്റ്റ് now let's see how we can calculate 3 1/2 times 2 1/4. ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള 3 1/2 × 2 1/4 ആണ്. അതായത് മിക്സ്ഡ് നമ്പേഴ്സിൻ്റെ രണ്ട് മിക്സ്ഡ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ മിക്സ്ഡ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് കൺവേർട്ട് ചെയ്യണം നോർമൽ ഫ്രാക്ഷനിലേക്ക്, അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇൻറ്റു ചെയ്യാൻ. സോ 3 1/2നെ കൺവേർട്ട് ചെയ്യുമ്പോൾ 3 × 2 + 1 അതായത് 7/2 കിട്ടും. നെക്സ്റ്റ് 2 1/4നെ മിക്സ്ഡ് ഫോമിൽ നിന്ന് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 × 4 + 1 അതായത് 9/4 കിട്ടും. സോ 7/2 × 9/4 ചെയ്യുമ്പോൾ 63/8 കിട്ടും. ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം? മിക്സ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുക. 63/8 ചെയ്യുമ്പോൾ നമുക്ക് 7/8 ആണ് കിട്ടുക. Next we can calculate 3 times 2 1/4 and 1/2 of 2 1/4 separately and add. അതായത് 3 × 2 1/4ഉം 1/2 × 2 1/4ഉം കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? രണ്ടും ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 3 × 2 1/4 എന്ന് പറയുമ്പോൾ 2 1/4 9/4 ആവും പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ. അതുപോലെ 1/2 × 9/4 ആവും. ദെൻ ഇൻറ്റു ചെയ്യുക. 3 × 9 27/4 പ്ലസ് 1/2 × 9/4 9/8 ആവും. ഇനി പറയാം ഫ്രാക്ഷൻ ഫോമിനെ ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതായത് 27/4നെ ഡിനോമിനേറ്റർ 8 ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യണം. ഡിനോമിനേറ്ററിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ 27 × 2 4 × 2 അപ്പോൾ 27 × 2 54/8 ആവും. 54/8 + 9/8 ആണ്. സോ 54 + 9 എന്ന് പറയുന്നത് 63/8 ആണ്. സോ അതിനെ കൺവേർട്ട് ചെയ്യണം. മിക്സ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ വരുന്നത് 7/8 ആണ്. ഇത്തരത്തിലാണ് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ്. അതിൽ 4 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായി ചെയ്യണം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അതായത് ഹോൾ നമ്പറും മിക്സ്ഡ് ഫ്രാക്ഷനും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ മിക്സ്ഡ് ഫ്രാക്ഷൻ നമ്പേഴ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മിക്സ്ഡ് നമ്പർ വന്നാൽ എന്ത് ചെയ്യണം? നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തിട്ട് നോർമൽ ഫ്രാക്ഷനുകളാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? മൾട്ടിപ്ലൈ ചെയ്യാൻ. Next question. 1/2 meter of cloth is needed for a shirt. How much cloth is needed for 5 such shirt? ഒരു ഷർട്ടിന് 1.5 മീറ്ററാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയുള്ള 5 ഷർട്ടിന് എത്ര മീറ്റർ ക്ലോത്ത് വേണമെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ 5 × 1 1/2 ആണ് ചെയ്യേണ്ടത്. 5 × 1/2 ചെയ്യാൻ ആദ്യം 1/2നെ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 1 × 2 + 1 ആണ്. 1 × 2 + 1 എന്ന് പറയുമ്പോൾ 3/2 ആണ്. അപ്പോൾ 5 × 3/2 = 5 × 3/2. സോ 15/2. 15/2നെ മിക്സ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് കിട്ടുന്നത് 7 1/2 മീറ്ററാണ്. Second question. The price of 1 kilogram of akara is 30 rupees. What is the price of 1/2 kilogram? നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് 1 കിലോഗ്രാം ഒക്കറയുടെ വില 30 റുപ്പീസാണ്. സോ 2.5 കിലോ ഒക്കറിൻ്റെ വിലയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. നമുക്ക് 13 × 2 1/2 ആണ്. 2 1/2നെ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5/2. സോ 13 × 5/2 = 150/2 = 75 റുപ്പീസ് ആണ് ആൻസർ.
എ മാൻ വാക്സ് 1.5 kilometer in a 1 hour. How many kilometer does he walk in 1 hour at this speed? ഒരു ആള് ഒരു മണിക്കൂറിൽ 1.5 കിലോമീറ്റർ നടക്കുന്നുണ്ട്. അപ്പോൾ 1.5 ഹവറിൽ എത്ര കിലോമീറ്റർ നടക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് വാക്ക്ഡ് ഇൻ 1.5 അവർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനായിട്ട് 1.5 × 1.5 ആണ്. സോ 1.5 എന്ന് പറയുന്നത് മിക്സ്ഡ് ഫോമിൽ നോർമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ 3/2 ആണ്. അപ്പോൾ 3/2 × 3/2 = 9/4 ആണ്. 9/4നെ നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം മിക്സ്ഡ് ഫോമിലേക്ക്. സോ 9/4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/4 കിലോമീറ്റർ ആണ്. Ronnie has 36 stamps. Sahira says she has 1/4 times as much. How many stamps does she have? ഇവിടെ പറഞ്ഞിരിക്കുന്നത് റോണിൻ്റെ കയ്യിൽ 36 സ്റ്റാമ്പ്സ് ഉണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സഹീറാൻ്റെ കയ്യിൽ എത്ര സ്റ്റാമ്പ് ഉണ്ട് എന്നാണ്. അതായത് അവർ പറഞ്ഞിട്ടുണ്ട് 2 × 1/4 ടൈംസ് ആസ് മച്ച് കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര സ്റ്റാമ്പാണ് സഹീറാൻ്റെ കയ്യിലുള്ളതെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സഹീറാൻ്റെ കയ്യിലുള്ള സ്റ്റാമ്പ്സിൻ്റെ എണ്ണം കാണാൻ 36 × 2 1/4 ആണ് ചെയ്യേണ്ടത്. സോ 2 1/4 എന്ന് പറയുന്നത് എത്രയാണ്, 9/4 ആണ്. 36 × 9/4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 36 × 9 324 ആണ്. ആൻസർ 81 ആണ് നമുക്ക് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ ഹോംവർക്കായി ചെയ്ത് എനിക്ക് അയച്ചു തരിക.